എന്തുകൊണ്ടാണ് ഇന്നലത്തെ ന്യൂസ് ലാബ് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി 251% നിന്നും 120%ആക്കിയത് കാലേക്കുട്ടി തന്നെ പരിശോധിക്കാൻ തയ്യാറായത്? എന്തുകൊണ്ട് ഇത്രയും വലിയ അഴിമതിക്കും മദ്യവിപത്തിനും കാരണമാകുന്ന തീരുമാനത്തെ മാധ്യമങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്യാത്തത് എന്ന ചോദ്യം ഉന്നയിക്കാൻ വേണ്ടിയായിരുന്നു ഇന്നലത്തെ ന്യൂസ് ലാബിനെ ഉപയോഗപ്പെടുത്തിയത്. ഇന്നലത്തെ ന്യൂസ് ലാബ് പബ്ലിഷ് ചെയ്ത ശേഷമുള്ള കാഴ്ച എന്തായിരുന്നു? UDF സർക്കാർ അഴിമതിക്ക് കളമൊരുക്കിയാലോ മദ്യപാനം സാർവത്രികമാക്കിയാലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല എന്ന് തെളിഞ്ഞ ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത്. ഇടതുപക്ഷമായിരുന്നു ഭരണത്തിലെങ്കിൽ എന്തൊക്കെ പുകയിൽ ഉണ്ടാകുമായിരുന്നുവെന്ന് പ്രത്യേകം ഓർക്കണം. ന്യൂസ് ലാബ് എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് ഇന്നലെ പ്രധാനപ്പെട്ട 2 ചാനലുകൾ ഒഴികെ ബാക്കി മുൻനിര ചാനലുകളെല്ലാം ചെയ്തത്. അത് എന്തൊക്കെയെന്ന് പരിശോധിച്ചു വരാം. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം നമുക്ക് ഏഷ്യാനെറ്റ് എന്താണ് ചെയ്തതെന്ന് പരിശോധിക്കാം. അവരുടെ പ്രൈം ഷോയായ ന്യൂസ് അവർ ചർച്ച ചെയ്തത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ കുടുങ്ങുമോ എന്നതായിരുന്നു. മൈക്രോ ഫിനാൻസ് ക്രമക്കേട് കേസുകളിൽ വെള്ളാപ്പള്ളി നടേശന് പിടിവീഴുമോ? കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണ നടപടികൾ ഇനി വേഗത്തിലാകുമോ? ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടൽ ഫലം കാണുമോ? സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകുമോ? അപ്പോൾ മേനോൻ സർക്കാരിനോടുള്ള ഏഷ്യാനെറ്റിൻ്റെ കരുതൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മനോരമ ന്യൂസ് നോക്കിയാലോ? അവരുടെ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. SITക്കും ഹൈക്കോടതിക്കും ഇല്ലാത്ത ആശങ്കയാണ് മനോരമയ്ക്ക്. നമസ്കാരം. നാളേറെയായി നമ്മൾ അറിഞ്ഞതിലും മനസ്സിലാക്കിയതിലും അപ്പുറമാണോ യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആഴവും പരപ്പും? 2025 പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒന്നടങ്കം പ്രതികളാകും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. മുൻ അംഗം അജികുമാർ, മുൻ ഭരണസമിതിയിലെ തുടർച്ചയായി നിലവിൽ ബോർഡിലുള്ള അംഗം സന്തോഷ് കുമാർ, തന്ത്രി കണ്ഠരര് രാജീവര്, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, ബോർഡ് സെക്രട്ടറി ബിന്ദു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, അങ്ങനെ തുടങ്ങി പ്രതിപട്ടികയിലേക്ക്, പുതിയ പട്ടികയിലേക്ക് ആളുകളുടെ എണ്ണം നീളുന്നു. മേനോൻ സർക്കാരിനോടുള്ള മനോരമയുടെ മൃദു സമീപനവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ മനോരമയിൽ നിന്നോ ഏഷ്യാനെറ്റിൽ നിന്നോ നമ്മൾ അല്ലാതൊരു നിലപാട് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. എന്നാൽ മാതൃഭൂമി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് കരുതി. പക്ഷേ ന്യൂസ് ലാബിന് തെറ്റി. അവരുടെ സൂപ്പർ പ്രൈം ടൈമിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കാരണഭൂതൻ ആര് എന്ന ചോദ്യം ഉന്നയിച്ചുള്ള ചർച്ചയായിരുന്നു. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് കേരളം കേട്ടിട്ട് 2 വർഷമാകുന്നു. പക്ഷേ കാഫിറിന്റെ കാരണഭൂതൻ ആരാണ് ഇന്നും കേരളത്തിന് അറിയില്ല. ആദ്യം പിടിച്ച പ്രതി മുഹമ്മദ് കാസിം പിന്നെ പരാതിക്കാരനായി മാറി. പിന്നെ കണ്ടെത്തിയ DYFI നേതാവ് റിബേഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. പിന്നെ കേട്ടത് കേസ് അവസാനിച്ചു എന്നാണ്. ഇതാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. ഈ നാടിനെ ഒന്നാകെ വലിയ വിപത്തിലേക്ക് നയിക്കുന്ന നടപടിയെ ചെറുവിരൽ കൊണ്ടുപോലും ഒന്ന് തോണ്ടി നോവിക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുകയാണ്. ജേർണലിസ്റ്റുകളുടെ ലോകം തന്നെ മദ്യപാനവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. അതുകൊണ്ട് മനസാക്ഷിക്കുത്ത് തോന്നിയതുകൊണ്ടാണോ ഈ വിഷയം കാര്യമായ തോതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയത്? അവതാരകരടക്കമുള്ള ജേർണലിസ്റ്റുകൾ മദ്യപിക്കുന്നവർ ആണെങ്കിലും അല്ലെങ്കിലും ജേർണലിസം ക്ലാസ്സിൽ പഠിച്ച സാമൂഹിക പ്രതിബദ്ധത എന്നൊരു സംഗതിയില്ലേ? സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഫ്രൂട്ടി പാക്കറ്റ് പോലെ മദ്യവുമായി നടക്കുന്നതും കുടിക്കുന്നതും നിങ്ങൾക്കാർക്കും എന്താണ് സങ്കല്പിക്കാൻ കഴിയാതെ പോയത്? അതുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്ത് എന്താണെന്ന് ഒട്ടും അറിയാത്തവരാണോ കേരളത്തിലെ മുഖ്യധാര അവതാരക സിംഹങ്ങൾ? നിങ്ങൾ കുടിച്ചോളൂ, പക്ഷെ കേരളം മുഴുവൻ കുടിക്കാൻ തുടക്കമിടുന്ന ഒരു നയത്തിനെതിരെ നിങ്ങൾ നിശബ്ദരാകുന്നത് കാലം പൊറുക്കാത്ത പണിയാണ് കേട്ടോ. ഇതിൽ നിന്നൊക്കെ മാറി ഒരല്പം ആശ്വാസം ലഭിച്ചത് 24 ന്യൂസിൽ ഗോപികൃഷ്ണൻ നടത്തിയ ചർച്ചയും റിപ്പോർട്ടർ TVയിൽ മാധു സജി നടത്തിയ ചർച്ചയുമായിരുന്നു. ഗോപിയുടേതിനേക്കാൾ മാധുവിൻ്റെ ചർച്ച മികച്ചു നിന്നത് അതിൽ ആരോപണം ഉന്നയിച്ച MP രാജേഷ് അതിഥിയായി ഉണ്ടായിരുന്നു എന്നതാണ്. രാവിലെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ അവതരിപ്പിക്കുന്നതിൽ
രാജേഷിന് വിജയിക്കാനും കഴിഞ്ഞു. ഇവിടെ ഏറ്റവും മികച്ച കോമഡി പീസായി മാറിയത് കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോണായിരുന്നു. എല്ലാ ചാനൽ ചർച്ചകളിലും ജിൻഡോ മുന്നോട്ട് വെക്കുന്നൊരു പാറ്റേൺ ഉണ്ട്. തനിക്ക് നേരെ ഒരു ചോദ്യം വന്നാൽ 10 ചോദ്യം തിരിച്ചങ്ങ് ചോദിക്കും. പക്ഷേ ഇവിടെ അത് വിലപ്പോയില്ല. അല്ല, ഇത് വീര്യം കുറഞ്ഞ മദ്യം ഈ നിരക്കിൽ ടാക്സ് ചെയ്യാൻ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. അത്തരം മദ്യം വിൽക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. എക്സൈസ് വകുപ്പ് മന്ത്രി അത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? UDF യോഗം ചേർന്ന്, മന്ത്രിസഭാ യോഗം ചേർന്ന് അതിനുശേഷമാണ് UDFന്റെ മദ്യ നയം പ്രഖ്യാപിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. വിൽക്കാൻ ഉദ്ദേശമില്ലാത്ത ഒന്നിന്റെ ടാക്സ് ആണ് തീരുമാനിച്ചത് അല്ലെ, ബജറ്റിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ വിൽക്കേണ്ടി വരും, ചിലപ്പോൾ വിൽക്കും. ജിൻഡോ ജോൺ ഇങ്ങനെ നിരായുധനായി നിൽക്കുന്ന ഒരു ചർച്ച പോലും സമീപകാലത്തൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ MP രാജേഷിന് മുന്നിൽ, അവതാരകയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന ജിൻഡോ ജോൺ അതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. ജിൻഡോയുടെ മറുവാദങ്ങൾക്ക് ഉരുളക്കുപ്പേരി എന്ന പോലെയാണ് MP രാജേഷ് മറുപടി കൊടുത്തത്. ഇപ്പോൾ ജിൻഡോ ജോൺ പറയുന്ന ഏറ്റവും വലിയ തമാശ ഞങ്ങൾ വിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ്. വിൽക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കാര്യത്തിൻ്റെ നികുതി നിശ്ചയിക്കാൻ മാത്രം ധൃതി എന്തായിരുന്നു? ആർക്കാണ് അത്ര ധൃതി? ഇനിയിപ്പോൾ ഇവർ തീരുമാനിക്കേണ്ട കാര്യമില്ല വിൽക്കണോ വിൽക്കണ്ടേന്ന്. ഇനി വിൽക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം നിയമപരമായിട്ട് തടസ്സമില്ല ഇത് വിൽക്കുന്നതിന്. ആകെ ഉണ്ടായിരുന്ന തടസ്സം എന്താണ്? ഈ കമ്പനിക്ക് ഉണ്ടായിരുന്ന തടസ്സം 251% നികുതി. അത് തങ്ങൾക്ക് ലാഭകരമല്ല എന്നതായിരുന്നു ഇവരുടെ വാദം. 251% നികുതി കൊടുത്ത് നികുതി അടച്ച് വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ലാഭമുണ്ടാവില്ല. അപ്പോൾ നികുതി ഇളവ് ചെയ്തു തരണം. ഞങ്ങളത് അംഗീകരിച്ചില്ല, ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുത്തില്ല. VD സതീശൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യത്തെ മുൻഗണന കൊടുത്തത് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കുന്നതിലല്ല, ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിലല്ല, മദ്യമുതലാളിയുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുന്നതിലാണ്. അതിൻ്റെ പിന്നിൽ, ആ ധൃതിയുടെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന ചോദ്യം ആരായാലും ചോദിക്കില്ലേ? പണ്ടത്തെ ആശാൻ കളരിയിൽ അക്ഷരം പഠിപ്പിക്കുന്ന ആശാനെ പോലെ ഒന്നൊന്നായി ജിൻഡോ ജോണിനെ പഠിപ്പിക്കുകയായിരുന്നു MP രാജേഷ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ക്ലാസ്സിലെ തോറ്റ കുട്ടിയാകാനായിരുന്നു ജിൻഡോയുടെ വിധി. ആ തോൽവി അദ്ദേഹത്തെ എത്തിച്ചത് കലി ഇളകി വിറയ്ക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു. ഞാൻ അവസാനിപ്പിക്കണേ അവസാന അവസരമായതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എല്ലാ അവാസ്തവങ്ങളും വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ മിണ്ടാതിരുന്നിട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് താങ്കളുടെ കാലത്ത് മദ്യത്തിന് പേരിടാൻ വേണ്ടി പരസ്യം ചെയ്തില്ലേ? താങ്കളുടെ കാലത്ത് മദ്യത്തിന് പേരിടാൻ വേണ്ടി പരസ്യം ചെയ്തില്ലേ എക്സൈസ് വകുപ്പ്? താങ്കളുടെ കാലത്ത് ചെയ്തില്ലേ? അവാസ്തവമാണ് പറയുന്നത്. മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് തീരുമാനമെടുത്തത്. മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് തീരുമാനമെടുത്തത്. ഞാൻ ചോദ്യം, താങ്കളുടെ കാലത്ത് മദ്യത്തിന് പേരിടാൻ പരസ്യം ചെയ്തോ ഇല്ലയോ? മറുപടി ഉണ്ടെങ്കിൽ പറയൂ. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. താങ്കൾ എന്നേക്കാൾ പ്രായം ചെന്ന മനുഷ്യനല്ലേ? ഞാൻ ചെറുപ്പക്കാരനാണെങ്കിൽ താങ്കൾ മുൻ മന്ത്രിയല്ലേ? താങ്കളുടെ കാലത്ത് മദ്യത്തിന് പരസ്യം പേരിടാൻ വേണ്ടി പരസ്യം അല്ലേ? നിങ്ങളെ അല്ലേ ഇളവ് കൊടുത്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? താങ്കളുടെ കാലത്ത് മദ്യത്തിന് പേരിടാൻ വേണ്ടി മദ്യം സുലഭമാക്കി വിൽക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, മാധു അതാണ് ചോദിക്കുന്നത്. മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളെ ക്ഷണിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ എഡിറ്റോറിയൽ ചർച്ചാ പരിപാടിയായ മീറ്റ് ദ എഡിറ്റേഴ്സിലും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി കുറച്ചതായിരുന്നു ചർച്ച. മറ്റുള്ളവർ തഴഞ്ഞ വിഷയം 2 ആവർത്തി ചർച്ച ചെയ്യാൻ കാണിച്ച ആർജവത്തെ അഭിനന്ദിക്കാതെ തരമില്ല. പക്ഷേ ഒരു മുട്ടൻ കോമഡിയുണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സിൽ. ഇടതുപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ പ്രതിപക്ഷ സ്വരമാകണം മാധ്യമപ്രവർത്തകരുടേത് എന്ന് ആവർത്തിച്ചു വാദിച്ച സാക്ഷാൽ സ്മൃതി പരുത്തിക്കാട് ഈ ചർച്ചയിൽ ഭരണപക്ഷത്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്. സർക്കാർ മാറിയ കാര്യം അറിയാതെയല്ല സ്മൃതി മാഡത്തിൻ്റെ വെളുപ്പിക്കലും ന്യായീകരിക്കലും. PR സുനിലും മുതലാളി ആൻഡ്രൂ അഗസ്റ്റിനും പല തവണ ഇടപെട്ടെങ്കിലും അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാകാതെ സ്മൃതി മാഡം മുന്നേറുകയാണ്. ഇടയ്ക്ക് മാധുവിന് മാത്രം കുറച്ചു സമയം സ്മൃതി കൊടുത്തു. പിന്നീട് നടന്നൊരു തർക്കം നമുക്കൊന്ന് കണ്ടുവരാം. കള്ളിഷാപ്പിലെ കലബിലയൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരിക്കും. VD സതീശൻ സ്മൃതി പരുത്തിക്കാടിൻ്റെ ദൈവമെന്ന് തോന്നിപ്പോകും ഈ ആർഗ്യുമെന്റ് കണ്ടാൽ. കേരളത്തിൽ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം നടപ്പിലാക്കാം എന്നുള്ളത് UDFന്റെ മദ്യനയത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി.
അല്ലല്ലോ. ഞാനൊരു കാര്യം പറയുന്നത് അറിയോ, ഇപ്പോൾ UDFന്റെ മദ്യനയത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ എങ്ങനെയാണ് ടാക്സ് ചെയ്ത് മദ്യത്തിന് ടാക്സ് വില കുറയ്ക്കുക? ടാക്സ് കുറയ്ക്കാൻ പറ്റുക? ടാക്സ് കുറച്ചാൽ ഓട്ടോമാറ്റിക് വില കുറയ്ക്കുകയല്ല എന്ന് പലതവണ പറഞ്ഞു. ഇടത് സർക്കാർ കൊണ്ടുവന്ന കാറ്റഗറിയിൽ വില നിശ്ചയിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇടത് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന കാറ്റഗറിയിൽ അതാണ് പറഞ്ഞാൽ മതി. ഞാനിത് സ്മൃതി മേഡം പറഞ്ഞാൽ അവിടെ എത്തുള്ളൂ. വിഷമം നിങ്ങൾക്ക് മുക്കിന് ബാറുകൾ നിങ്ങളത് പറഞ്ഞോളൂ. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം എന്തായാലും മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഉയർന്ന വിദണ്ഡവാദങ്ങൾക്കും താർക്കിക യുക്തിക്കും ആത്യന്തികമായി മേനോൻ സർക്കാരിന്റെ മദ്യനയത്തിലെ മാറ്റത്തെയും റിപ്പോർട്ടർ TVയുടെ മുതലാളി ആൻഡ്രൂ അഗസ്റ്റിൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കേരളത്തിലെ VDS സർക്കാരിന്റെ അടുത്ത വിസ്മയാണ് കേട്ടോ ഇത്. പിന്നെ സോഡയും വേണ്ട, ഇതും വേണ്ട, ഇത് മിക്സ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് അടുത്ത വിസ്മയം. 1996 ഏപ്രിൽ 1 AK ആന്റണി ചാരായം നിരോധിച്ചു. അതിനുശേഷം കേരളത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ കോൺഗ്രസിലെ ഉൾപ്പോര് കാരണം 5 സ്റ്റാർ ഒഴികെയുള്ള ബാറുകളെല്ലാം നിരോധിച്ചു. പിന്നെ എന്താണ് സംഭവിച്ചതെന്നും കേരളം കണ്ടു. ഇംഗ്ലീഷ് അക്ഷരമാല വിവിധ രൂപത്തിൽ കൂട്ടിച്ചേർത്ത സിന്തറ്റിക് ഡ്രഗുകളുടെ കാലത്തേക്ക് കേരളം എത്തി. അതിനൊക്കെ വലിയ വിലയാണ് താനും. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമുക്കേവർക്കും അറിയാവുന്നത് തന്നെയാണ്. വില പകുതിയിലേറെ കുറഞ്ഞതോടെ വീര്യം കുറഞ്ഞ മദ്യ ഉപഭോഗം കേരളത്തിൽ ഗണ്യമായി കൂടും. അതിനിരകളാകുന്നത് കേരളത്തിലെ യുവത്വമാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരണത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ലാബ് പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.